ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് 180 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഡേ 3 ആയിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്തു. ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് ആയിരുന്നു രാവിലെ തന്നെ. ഞാൻ അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള തോട്ട്സും ഞാൻ എൻ്റെ ഡയറി എടുത്ത് അതിനകത്തേക്ക് എഴുതി. പിന്നെ ഞാൻ എന്നെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്ത് എൻ്റെ ആ ഒരു നെഗറ്റീവ് ഇമോഷൻ്റെ കൂടെ ഞാൻ ഇരുന്നു. ഞാൻ എൻ്റെ നെഗറ്റീവ് ഇമോഷനൊന്നും അവോയ്ഡ് ചെയ്തൊന്നുമില്ല. സാധാരണ എനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഫീൽ ചെയ്താൽ ഞാൻ എന്തെങ്കിലും പാട്ട് കേൾക്കും, വേറെ എന്തെങ്കിലും ചെയ്യും. പക്ഷേ ഞാൻ അതിനെ ഈ പ്രാവശ്യം ഒബ്സർവ് ചെയ്തിരുന്നു. ഞാൻ അതിനൊന്നും സപ്രസ് ചെയ്ത് വെച്ചില്ല. എൻ്റെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു, എന്നോട് സംസാരിച്ചു. പിന്നെ എൻ്റെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസും ഞാൻ എഴുതി. അപ്പം തന്നെ എനിക്കൊരു ആശ്വാസമായി. പിന്നെ ഞാൻ കുറേ നേരം എൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചു, നേച്ചറിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞാൻ എന്നെ തന്നെ ഒന്ന് ഹഗ് ചെയ്ത് ഒന്ന് സമാധാനിപ്പിച്ച് നല്ല രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആയി. വി ഹാവ് ടു ബിലീവ് ഇൻ അവർ സെൽഫ്. നമ്മൾ തന്നെ നമ്മളെ വിശ്വസിക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ തന്നെ വിശ്വസിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവരും ആൾക്കാരൊക്കെ നമ്മളെ കളിയാക്കിയാലും നിനക്ക് സ്കില്ലില്ല, നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്കല്ലേ അറിയുള്ളൂ എത്രത്തോളം ഒരു ഇഷ്ടമുണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ. നമ്മുടെ ഡ്രീം എത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ട നമുക്ക് മാത്രമേ അറിയുള്ളൂ. സോ എനിക്ക് പറയാനുള്ളത്, മറ്റാരും പറയുന്ന കേൾക്കരുത്. നെഗറ്റീവ് ആരും വേണമെങ്കിൽ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ സ്വയം വിശ്വസിക്കുക നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുന്നത്. എന്നിട്ട് ഇപ്പം നമുക്ക് തോന്നി ഇപ്പം നിൽക്കുന്ന നമ്മുടെ ഒരു കറണ്ട് അവസ്ഥയിൽ നിന്ന് നമ്മൾ എങ്ങനെ അങ്ങോട്ടേക്ക് എത്തുക, എനിക്ക് എന്തൊക്കെ സ്കില്ല് ബിൽഡ് ചെയ്യാനുണ്ട്, എനിക്ക് ഒരുപാട് ആൾക്കാരായിട്ട് നെറ്റ്വർക്ക് ചെയ്യാനുണ്ട്, ഇതൊന്നും എനിക്ക് ഇല്ലല്ലോ. ഇപ്പോഴത്തെ എൻ്റെ ഒരുപാട് ഇൻസെക്യൂരിറ്റിയും ഇതൊക്കെ വെച്ച് ഞാൻ എങ്ങനെ എൻ്റെ കാര്യങ്ങൾ ചെയ്തെടുക്കും, എങ്ങനെ ഞാൻ ഒരാളോട് തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ എങ്ങനെ ഞാൻ പബ്ലിക്കിൽ ഇറങ്ങി സംസാരിക്കും, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നമ്മൾ സ്റ്റാർട്ടിങ് അങ്ങനെയാണ്. നമുക്കിങ്ങനെ ഒരു ഫിയർ ഉണ്ടെങ്കിൽ നമുക്കായിരിക്കും ഏറ്റവും മുകളിലേക്ക് പോകാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവുക. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. ഇറ്റ്സ് ഓക്കെ. സ്റ്റാർട്ടിങ്ങിൽ എംബാരസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും, ഗിവ് അപ്പ് ചെയ്യാൻ തോന്നും, ഇതൊക്കെ നാച്ചുറലാണ്. നമുക്ക് അൺകംഫർട്ടബിൾ ഫീലിങ്സ് വരുമ്പോൾ നമ്മൾ നിർത്താതിരിക്കുക. നമ്മളെ ഏറ്റവും കൂടുതൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ തന്നെ മനഃപൂർവ്വം കൊണ്ടിടുക. എന്നിട്ട് നമ്മളത് ഫെമിലിയർ ആക്കുക. പതുക്കെ പഠിച്ച് മുന്നോട്ടേക്ക് വരിക. പഠിക്കാനുള്ളൊരു മനസ്സ്, എപ്പോഴും ഒരു സ്റ്റുഡൻറ്റിൻ്റെ മനസ്സ് നമ്മൾ കൊണ്ടു നടന്നാൽ മതി. എല്ലാ കാര്യങ്ങളും പഠിക്കാനും ഒരു വലിയ ആളുടെ അടുത്തു നിന്നാണെങ്കിലും ചെറിയ കൊച്ചിൻ്റെ അടുത്തു നിന്നാണെങ്കിലും അത് അറിവ് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആരുടെ അടുത്താണെങ്കിലും ഈഗോയൊക്കെ മാറ്റി വെച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാവുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു കാര്യം ശ്രമിച്ചിട്ട് ഒരുപാട് പ്രാവശ്യം ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഒബ്സർവ് ചെയ്യുക, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത്, അത് തിരുത്തിയിട്ട് ട്രൈ ചെയ്യുന്ന വേ ഒന്ന് മാറ്റി നോക്കുക. അപ്പോൾ അത് വർക്കാകും. സോ ഈ ലോകത്ത് നമ്മുടെ ഡ്രീമൊക്കെ വേറെ ഉള്ളവർക്കും ഉണ്ടാവത്തില്ല. അതൊക്കെ അവരും അച്ചീവ് ചെയ്തിട്ടില്ല. ഒരു മനുഷ്യന് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളെ കൊണ്ടും പറ്റും. കാരണം നമ്മൾ വെറുതെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെറുതെ അനാവശ്യമായിട്ടാണ് കൊടുക്കുന്നത്. എന്നെ കൊണ്ട് പറ്റില്ല, അത് ഇത് എന്നൊക്കെ. ഇപ്പം ഞാനാണെങ്കിൽ ഇരുന്ന് ആലോചിക്കുന്നത്, എനിക്ക് എങ്ങനെയാണ് ആൾക്കാരിലേക്ക് പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് വരാൻ പറ്റുക, എനിക്ക് എങ്ങനെയാണ് ഇതൊക്കെ, എനിക്കിങ്ങനെ ഫിയേഴ്സ് ഉണ്ടല്ലോ, എങ്ങനെ ഞാനിത് ഓവർകം ചെയ്യും, എങ്ങനെ ഞാൻ സംസാരിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ എൻ്റെ ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കും. എനിക്ക് ഒരുപാട് ഫിയേഴ്സ് ഉണ്ട്, ഒരുപാട് സ്കിൽസ് കുറവുണ്ട്, ഇനി ഇതൊക്കെ ബിൽഡ് ചെയ്യണം. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കായിരുന്നു. ഇവിടെ ഞാൻ എൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അലീഷ, യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ എനിക്ക് തോന്നാണ്, നീ നിന്നെ വിശ്വസിക്കണം. നിനക്കേ നിന്റെ ഡ്രീമിൻ്റെ ആഴം അറിയത്തുള്ളൂ. അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള ഒരു ജീവിതം നിനക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് നീ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്തെടുക്കണം. ആരും വരില്ല. എല്ലാം ഇൻപെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാവർക്കും തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നീ വിഷമിക്കണ്ട, പേടിക്കണ്ട. നീ സ്വയം വിശ്വസിച്ചിട്ട് പതുക്കെ പഠിച്ച് ഓരോ ദിവസം കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. എന്നിട്ട് പതുക്കെ മുന്നോട്ടേക്ക് പോവാം. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്താൻ പറ്റുള്ളൂ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിനകത്ത് അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ലൈഫ് ഒന്ന് കാണാം. നിങ്ങൾ ആഗ്രഹിച്ച് എവിടെ എത്തിയില്ല,
നിങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാബിറ്റ്സ് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്നിട്ടൊരു 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും ഹെൽത്തി അല്ല, ഹാപ്പി അല്ല, ഫൈനാൻഷ്യലി സെക്യൂർ അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്കല്ല നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളെല്ലാം കൊണ്ട് സ്ട്രഗിൾ ചെയ്യാണ്. സോ നിങ്ങളപ്പോൾ വിചാരിക്കത്തില്ലേ നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ, ഒരു 10 വർഷം മുന്നേ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ സെൽഫിൽ വർക്ക് ചെയ്യായിരുന്നു, കുറച്ചും കൂടെ നല്ല ഡിസിഷൻസ് എടുക്കായിരുന്നു എന്നൊക്കെ. സോ ഇന്നാണ് നിങ്ങളുടെ സെക്കൻഡ് ചാൻസ്. വെറുതെ 10 വർഷം മുന്നോട്ട് പോയിട്ട് റിഗ്രറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് നമ്മൾ ചെയ്യുക. അതാണ് ഞാനും ആലോചിച്ചത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഏർലി 20s എനിക്കിപ്പോൾ ഇഷ്ടംപോലെ മിസ്റ്റേക്സ് വരുത്തി തന്നെ പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എല്ലാ കാര്യവും ആദ്യത്തെ ദിവസം തന്നെ പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊരു റോബോട്ടും അല്ല, ഞാനൊരു മനുഷ്യനാണ്. എനിക്ക് നല്ല സൂപ്പർ ബ്രെയിൻ ഉണ്ട്, എല്ലാവർക്കും നല്ല അടിപൊളി ബ്രെയിൻ ഉണ്ട്. പക്ഷെ ഇതിന് ഉപയോഗിക്കണം, ഇതിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല. സോ പതുക്കെ ഓരോന്ന് ഇമ്പ്രൂവ് ചെയ്ത് വരണം. ഇപ്പോൾ എനിക്ക് ഒരു 2-3 ദിവസം ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും എനിക്ക് എന്തോ ഒരു എന്നെക്കുറിച്ച് ഓർക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു പ്രൗഡ് ഫീൽ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഓക്കെ അലീഷ ചെയ്യുന്നുണ്ട്, അവളെ കൊണ്ട് പറ്റുന്ന പോലെ അവൾക്ക് ഉള്ള സാഹചര്യം വെച്ച് റിസോഴ്സ് വെച്ച് അവൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇത് തന്നെ മുന്നോട്ടേക്ക് പോകും. ഓരോ ദിവസം പുതിയ കാര്യങ്ങൾ പഠിക്കുക, പതുക്കെ ഗ്രോ ചെയ്യുക. ഇന്ന് വൈകുന്നേരം ഞാൻ കുറച്ചധികം സമയം ജേർണൽ ചെയ്തു. എൻ്റെ മനസ്സൊക്കെ വല്ലാതെ അസ്വസ്ഥമാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ തോട്ട്സും ഫീലിങ്സൊക്കെ എഴുതി. അപ്പോൾ തന്നെ ഒരു സമാധാനമായി. പിന്നെ ഞാൻ കുറച്ചധികം ടൈം എൻ്റെ കൂടെ ഇന്ന് സ്പെൻഡ് ചെയ്തു, മെഡിറ്റേറ്റ് ചെയ്തു. പിന്നെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഐ എം പ്രൗഡ് ഓഫ് യു, ഐ ലവ് യു, യു ക്യാൻ ഡു ദിസ്. പിന്നെ ഞാൻ എന്നെ സെൽഫായിട്ടൊന്ന് ഹഗ്ഗൊക്കെ ചെയ്ത് എന്നോട് കുറച്ച് നേരം സംസാരിച്ച് എൻ്റേതായിട്ടുള്ളൊരു ടൈമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം ഒന്ന് ഓക്കെ ആയി. ഇന്ന് എൻ്റെ Day 3 ആയിരുന്നു. ഇന്നത്തെ ദിവസം ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുവാണ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഡേ. അങ്ങനെ ഒരു ദിവസം കൂടെ കടന്നു പോവുകയാണ്. ഒരുപാട് റിയലൈസേഷൻസും ഒരുപാട് മാറ്റങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. സോ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ കുറേ ഇമോഷണലി നെഗറ്റീവായിരുന്നു. വളരെ ഇറിറ്റേറ്റഡ് ആയിരുന്നു ഞാൻ. പക്ഷേ ഞാൻ ആ ഇമോഷൻസിനെയൊക്കെ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് അതൊക്കെ അങ്ങ് ഫീൽ ചെയ്തു. ഞാൻ ഒന്നിനെ സപ്രസ് ചെയ്ത് വെച്ചില്ല. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എന്ന് ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഫുഡ് കഴിച്ചു പ്രോപ്പറായിട്ട്, വെള്ളം കുടിച്ചു, കുറച്ച് ആക്റ്റീവായിട്ടിരുന്നു, കുറച്ച് നടന്നു, പിന്നെ വീഡിയോ എടുത്തു. പിന്നെ ഞാൻ എൻ്റെ തോട്ട്സൊക്കെ ജേർണൽ ചെയ്തു. പിന്നെ വെറുതെ പുറത്ത് പോയിരുന്നു കുറച്ച് നേരം. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ കൂടി കോൺഷ്യസ് ആയിട്ട് ജീവിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സെൽഫ് ഡൗട്ടും നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കുകളൊക്കെ കയറി വരാറുണ്ട്. സോ ഞാൻ അതിനൊന്ന് ഒബ്സർവ് ചെയ്യും. ഞാനതിനെ അംഗീകരിക്കുന്നില്ല, ജസ്റ്റ് ഒബ്സർവ് ചെയ്തിട്ട് അതങ്ങ് വിട്ടുകളയും. സോ അങ്ങനെ ഒരു ദിവസം കൂടെ കടന്നുപോയി. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. എന്തൊക്കെ വന്നിട്ടും എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ടാസ്കുകളൊക്കെ പറ്റുന്ന പോലെ കംപ്ലീറ്റ് ചെയ്തു. എനിക്കിന്ന് കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നു. എൻ്റെ ചുറ്റും എന്നെ സ്നേഹിക്കുന്ന നല്ല മനുഷ്യരുണ്ടായിരുന്നു. എൻ്റെ ശരീരം എന്നെ നന്നായി ടേക്ക് കെയർ ചെയ്തു. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഒരുപാട് റിയലൈസേഷൻസ് എനിക്ക് കിട്ടി. ഇന്നും നല്ലൊരു ദിവസമായിരുന്നു. സോ ഇന്നത്തെ ദിവസം ഞാൻ എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. 3 ദിവസമായി എൻ്റെ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട്. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് തന്നെ കുറേ നല്ല മാറ്റങ്ങൾ എന്നിൽ കാണാനുണ്ട്. പെട്ടെന്നൊരു ഷിഫ്റ്റായിരുന്നു. ഞാനിപ്പോൾ അധികം സമയം ഫോണിൽ സ്ക്രോൾ ചെയ്ത് കളയാറില്ല. ജസ്റ്റ് എൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള ടൈം മാത്രമേ ഉള്ളൂ. ഞാൻ പഠിക്കുകയും വീഡിയോ എടുക്കുകയും പിന്നെ എൻ്റെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യാനല്ലാതെ വേറെ ഒന്നിനും ടൈമില്ല. ഇപ്പോൾ അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ടൈം സ്ക്രോൾ ചെയ്ത് കളയുന്നില്ല. ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും ഞാൻ ഫോണൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആൻഡ് എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഇങ്ങനെ കുറച്ച് ബൂസ്റ്റായി വരുന്ന പോലെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ റെസിസ്റ്റൻസും മടിയും വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. ഈ ചലഞ്ച് എനിക്ക് എന്താണെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. സോ എനിക്ക് എല്ലാവരോടും എപ്പോഴും പറയാനുള്ള പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് കൈൻഡായിട്ടിരിക്കുക. അതുപോലെ ഹൈഡ് ചെയ്യാതിരിക്കുക. ഇഷ്ടമുള്ളൊരു ജീവിതം ജീവിക്കാനുള്ള ധൈര്യം കാണിക്കുക. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇംപെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്.
അത് മാറ്ററാണ്. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എവിടെ എത്തില്ല. നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്, നമുക്ക് എല്ലാവർക്കും നല്ല ഐഡിയാസ് ഉണ്ട്. പക്ഷെ അതൊക്കെ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കണം. സോ ഓൾവേസ് ലവ് യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ സെൽഫ്, ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. പിന്നെ നിങ്ങളെ ഹീൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നമ്മളാരാന്ന് മനസ്സിലാവുള്ളൂ. നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, നമ്മുടെ പേടികൾ എന്തൊക്കെയാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്. നമ്മളോട് തന്നെ സംസാരിക്കണം. നമ്മളിപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള മനുഷ്യരോട് ചാറ്റ് ചെയ്യാറില്ല ഇപ്പോഴും. അതുപോലെ രാവിലെയും രാത്രിയൊക്കെ കുറച്ച് സമയം നമ്മളോട് മാത്രമായിട്ട് നമ്മൾ സംസാരിക്കാൻ വെക്കണം. ഞാൻ എന്നോട് സംസാരിക്കാൻ ഇരിക്കുന്ന സമയത്ത് നല്ല രസമാണ്. എൻ്റെ ഉള്ളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോകാറുണ്ട്. ഞാനതൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഞാൻ ഒന്നും സപ്രസ് ചെയ്ത് വെക്കുന്നില്ല ഇപ്പം. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ സക്സസ്ഫുള്ളി ഡേ 3 കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഐ എം ഗോയിങ് ടു സ്ലീപ്പ്. ഞാൻ നേരത്തെയാണ് കിടക്കാൻ പോകുന്നത്. സോ ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ സെൽഫ് ആൻഡ് ഐ എം ഹാപ്പി. പിന്നെ ഇന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമോഷൻസ് വരുന്നതിനനുസരിച്ച് നമ്മൾ അൺകംഫർട്ടബിൾ ആകുമ്പോൾ നമ്മൾ ഒരു കാര്യം ഇട്ടിട്ട് പോകരുത്. നമ്മളിപ്പോൾ നമുക്ക് നെഗറ്റീവ് ഫീൽ ചെയ്താൽ നമ്മളത് ഫീൽ ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്നും ചെയ്യാതെ ജസ്റ്റ് ആ ഫീലിംഗ് ആയിട്ട് അവിടെ ഇരിക്കുക. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോകും. പിന്നെ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യുക. നമുക്ക് അൺകംഫർട്ടബിൾ ആണെന്ന് തോന്നുമ്പോഴത്തേക്ക് നിർത്തി പോവാതിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് വല്ലാത്ത മടി, ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം ബ്രീത്തൊക്കെ എടുത്ത് പുറത്തേക്കൊക്കെ പോയിരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെ ഒന്ന് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് കാര്യങ്ങൾ ചെയ്യുക. എല്ലാ ആൾക്കാരും സക്സസ്ഫുൾ ആവാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്ന ആ മൊമെൻറ്റിൽ അവരിട്ടിട്ട് പോകും. അതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നം. ഞാനും അങ്ങനെയായിരുന്നു. ഇത്ര കാലം ഞാൻ അൺകംഫർട്ടബിൾ ആവാൻ തുടങ്ങിയാൽ ഞാൻ അപ്പം അത് സ്റ്റോപ്പ് ചെയ്ത് പോകും. എന്നിട്ട് പറയും അത് ഞാൻ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തതെന്ന്. പേടി കൊണ്ടാണ് ചെയ്യാത്തത്. ബുദ്ധിമുട്ട്, ആ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫേസ് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നിർത്തി പോകുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ലൈഫിലൊരു 3-4 വർഷം എനിക്ക് വേസ്റ്റ് ആയിപ്പോയത്. പക്ഷെ അതെന്നെ ഒരുപാട് കാര്യങ്ങളും പഠിപ്പിച്ചു. സോ നിങ്ങൾ അൺകംഫർട്ടബിൾ ആകാൻ വിട്ടുകൊടുത്തേക്കുക. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളുടെ ഒരു സെൽഫ് ട്രസ്റ്റും സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമ്മളോട് പറയുന്ന പ്രോമിസുകൾ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് താനെ ബിൽഡാവുന്നതാണ്. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തോ ചെയ്യുന്നുണ്ട്, ഞാൻ എന്നോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലുണ്ട്. സോ ഒരുപാട് ഇമോഷനിലൂടെ ഇന്ന് കടന്നുപോയി. ബട്ട് ഒരുപാട് നല്ല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായി. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. സോ ഗുഡ് നൈറ്റ് എവ്രി വൺ. അപ്പോൾ ബൈ, ടാറ്റ, ബൈ ബൈ, സി യു. Good night everyone. I love you all. Thank you so much for your valuable time and I appreciate that. എല്ലാവരും സന്തോഷമായി സമാധാനമായി ഇരിക്കുക. ബൈ.